അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ വലിയ ചില കാഴ്ചപ്പാടൊക്കെ ഉള്ള ആളുകളാണ്. ബിസിനസ്സിൻ്റെ കാര്യത്തിൽ പുതിയ ഐഡിയകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ല തന്ത്രങ്ങൾ മെനയാനൊക്കെ നമ്മൾ അടിപൊളിയാണ്. പക്ഷേ ഭൂരിഭാഗം ആളുകളും ഇതൊന്നും ചെയ്തു തുടങ്ങുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പറഞ്ഞുകൊണ്ട് വരുന്നത്, മുമ്പ് ഞങ്ങൾ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ അവരെ സ്ഥാപനത്തിലെ ജോലിയും ജോലിക്കാരും അവിടുത്തെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് പുതിയ ചില സോഫ്റ്റ്വെയർ ടൂളുകളും ഓട്ടോമേഷൻ സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവരോട് ഇതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ നമ്മളത് ചെയ്തത് അതിനേക്കാൾ വലിയ ഉപകാരമുള്ള വേറെ കുറേ കാര്യങ്ങൾ അതിനകത്ത് നിന്ന് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മുടെ സ്ഥാപനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനോ പുതിയ ബ്രാഞ്ച് തുടങ്ങാനോ പുതിയ പ്രോഡക്റ്റ് കണ്ടെത്താനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വലിയ ചില സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഐഡിയകളൊക്കെ ഉണ്ടാവും. പക്ഷേ പലപ്പോഴും ഡേ ടു ഡേ ലൈഫിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ജോലിയും ജോലിക്കാരും പ്രശ്നങ്ങളും ഇത് നല്ല ഹൈ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ പിറകെ നമ്മളാണ് പോയിട്ട് നേരത്തെ പറഞ്ഞ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാറ്റങ്ങളിലോട്ടൊന്നും നമ്മൾ പോകില്ല. അങ്ങനത്തെ ഒരു സംഭവം ഉള്ളതായിട്ട് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. പറഞ്ഞുകൊണ്ട് വരുന്നത്, സാധാരണ രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കുറേ ജോലികളും അവിടുത്തെ പ്രശ്നങ്ങളും ഇതിലെല്ലാം നല്ലൊരു പ്രൊഡക്ടിവിറ്റി എൻഹാൻസ്മെൻറ്റ്, ഒരു പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് സംവിധാനം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി കഴിയും. അങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ബിസിനസ്സിനകത്ത് വലിയ ചില മാറ്റങ്ങളിലോട്ട് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിലുള്ള ചില ഐഡിയകൾ നമുക്ക് തോന്നുകയും ചെയ്യും. ഇനി തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സമയം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്.